സി മുകുന്ദനെ UDF-ൽ എത്തിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചതിന് പിന്നാലെ നാട്ടികയിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിനെതിരെ പരാതി. KPCC സെക്രട്ടറി ജോസ് വള്ളൂരിനെ ബോധപൂർവം അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിട്ടുള്ളത്. നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടികയാണ് KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന സി മുകുന്ദൻ 2021-ലെ CPI സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെ ഇവിടെ 5 വർഷക്കാലം MLA. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജനാധിപത്യ ചേരിയിൽ നിന്നും വിട്ട് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാവുന്നു. നമ്മുടെ നാടിൻ്റെ മതേതര മുന്നണിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ചേരാമെന്ന് പറഞ്ഞിവിടെ എത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ സ്വയം പ്രഖ്യാപിത UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. അത് നമ്മുടെ നേതൃത്വം അംഗീകരിച്ചില്ല. പിന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. CPI വിട്ട CC മുകുന്ദനെ UDF-ൽ എത്തിക്കാൻ ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയ ശ്രമത്തെയാണ് സുനിൽ ലാലൂർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെയും ചാനലുകളിലൂടെയും വിമർശിച്ചത്. BJP മനസ്സുള്ളവരെ പാർട്ടിയിലെത്തിക്കാൻ ഡൽഹിയിൽ കൊണ്ടുപോയവർക്കുള്ള മറുപടിയും ജനവിധിയിൽ കാണാമെന്നായിരുന്നു സുനിൽ ലാലൂരിന്റെ പ്രതികരണം. ഇതിനെതിരെയാണ് ഷൈൻ നാട്ടിക പരാതി നൽകിയത്. UDF സ്ഥാനാർത്ഥി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. ജോസ് വള്ളൂരിനെ അവഹേളിച്ച സുനിൽ ലാലൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നും ആവശ്യമുണ്ട്. വിമർശനത്തിന് പിന്നാലെ സുനിൽ ലാലൂരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ജോസ് വള്ളൂർ അനുകൂലികൾ വിമർശനവുമായി രംഗത്തെത്തി. സുനിൽ പരാജയമുറപ്പിച്ചെന്നും അതിനായി മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നും ജോസ് അനുകൂലികൾ പറയുന്നു. KPCC-യും മുതിർന്ന നേതാക്കളും അറിഞ്ഞാണ് CC മുകുന്ദനുമായി ജോസ് വള്ളൂർ ചർച്ച നടത്തിയത്. ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് സുനിലിന്റെ ആരോപണമെന്നും ജോസ് അനുകൂലികൾ പറയുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി നടപടിയിന് എന്താകുമെന്നാണ് കണ്ടറിയേണ്ടത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.